PS-ന് വിട നൽകാൻ ഒരുങ്ങുകയാണ് നാട്. വലിയ ജനത്തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. തങ്ങളുടെ പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി PS-നെ കൊണ്ടുപോകുന്ന വിലാപയാത്ര കടന്നുപോകുന്ന വഴിയരികിലെല്ലാം ആയിരക്കണക്കിന് ജനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനായി തടിച്ചുകൂടിയിരിക്കുന്നത്. നമുക്ക് വലിയ ചുടുകാട്ടിൽ നിന്ന് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷിലേക്ക് പോകാം. സുധീഷ്, എപ്പോഴായിരിക്കും തങ്ങളുടെ പ്രിയ നേതാവ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് എത്തുക? അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഏത് സമയത്താണ് നിശ്ചയിച്ചിരിക്കുന്നത്? കാരണം ഇപ്പോൾ തന്നെ മണിക്കൂറുകൾ വൈകിക്കഴിഞ്ഞിരിക്കുന്നു, മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ക്രമീകരിക്കുന്ന തരത്തിലുള്ള ഒരു സജ്ജീകരണങ്ങളാണോ നിലവിൽ പുരോഗമിക്കുന്നത്? സുധീഷ്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? രോഹിണി, ഇപ്പോൾ ഓച്ചിറ പിന്നിട്ട് ഇനിയും പുന്നപ്പറ പറവൂരിലെ PS-ൻ്റെ വസതിയിലേക്ക് എത്തണമെങ്കിൽ ഏതാണ്ട് 45 കിലോമീറ്ററിലധികം സഞ്ചരിക്കേണ്ടതുണ്ട്. അതിനിടെ 11 കേന്ദ്രങ്ങളാണ് ആൾക്കാർക്ക് PS-നെ ദർശിക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യം പരിഗണിക്കുമ്പോൾ ഈ 11 കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും വെട്ടിക്കുറച്ചാൽ ഓരോ കേന്ദ്രങ്ങളിലും എത്താൻ ഓരോ ലോക്കൽ കമ്മിറ്റികൾക്കും പറഞ്ഞിരിക്കുന്നത് ഓരോ കേന്ദ്രങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള തിരക്ക് എല്ലായിടത്തുമുണ്ട്. ഈ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശമില്ലാതെ എത്തുന്ന സാധാരണക്കാരായ മനുഷ്യർ അതിനേക്കാൾ കൂടുതലാണ്. ഇവരെയെല്ലാം കടന്ന് PS-ന് ആലപ്പുഴയിലേക്ക് എത്തണമെങ്കിൽ, PS-ൻ്റെ വസതിയിലേക്ക് എത്തണമെങ്കിൽ ഇനിയും മണിക്കൂറുകൾ പിന്നിടും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരമാവധി വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിന് വലിയ രീതിയിലുള്ള ഇന്ന് നേരം പുലർന്നതോടുകൂടി തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഹരിപ്പാടും മറ്റും PS-ൻ്റെ ഹരിപ്പാട്, കായംകുളം ആ ഭാഗങ്ങളെല്ലാം തന്നെ PS-ൻ്റെ വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വലിയ തിരക്കും അനുഭവപ്പെടും. PS-ന് അടിത്തട്ട് മുതൽ വലിയ ബന്ധം, വർഷങ്ങളുടെ ബന്ധമുള്ള മേഖലകളാണ് അവിടമെല്ലാം. അവിടുത്തെയെല്ലാം ആൾക്കാരെ കടന്ന് ഇങ്ങോട്ട് എത്തുക എന്നത് വലിയ പ്രയാസകരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ നമുക്കറിയാം അനുഭവം വെച്ചിട്ട് ഏതാണ്ട് 15 കിലോമീറ്റർ പിന്നിടാൻ 5 മണിക്കൂറോളം എടുത്തിരുന്നു. ആ ഒരു സാഹചര്യം ഇന്ന് ഉണ്ടാവാതെ പരമാവധി വേഗത്തിലാക്കാൻ ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് PS-നെ കാത്തു നിൽക്കുന്നവർക്ക് അത്രത്തോളം ഉൾക്കൊള്ളണമെന്നില്ല. അവർ PS-നെ കണ്ടേ മടങ്ങൂ. അതുകൊണ്ട് തന്നെ ഈ സമയക്രമങ്ങളാകെ തന്നെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ആലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗം നമ്മളോടൊപ്പം ചേരുകയാണ്. ഏത് രീതിയിലായിരിക്കും ഇനിയും ക്രമീകരണങ്ങൾ എന്നത് ഒന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിശ്ചയിച്ച സമയം അപ്പാടെ മാറിക്കഴിഞ്ഞു. ഇന്നലെ രാത്രി 9 മണിയോടെ ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിച്ചത് അത് ആലപ്പുഴ ജില്ലയിലേക്ക് പോലും കടക്കാൻ ആ സമയത്ത് കഴിഞ്ഞിട്ടില്ല. കൊല്ലം ജില്ലയുടെ പാതി ഭാഗം പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആണ് ആലപ്പുഴയിലേക്ക് കടന്നിരിക്കുന്നത്. ഇനിയും ഉണ്ട് 40 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കാൻ. 11 കേന്ദ്രങ്ങളുണ്ട്. എപ്പോഴത്തേക്ക് ഇങ്ങ് എത്തുമെന്ന് എന്തെങ്കിലും ഇതുണ്ടോ? ഇവിടുത്തെ പൊതുദർശനങ്ങൾ അതേ ക്രമങ്ങളിൽ തന്നെ നടത്തേണ്ടിയും വരില്ലേ? തീർച്ചയായും നിങ്ങൾ പറഞ്ഞ കണക്ക് PS-നെ കാണാൻ ജനങ്ങൾ തടിച്ചുകൂടുകയാണ്. ഈ കാണാൻ വരുന്ന ജനങ്ങളെ മാറ്റി നിർത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിൽ കാണിക്കേണ്ടത് വരും. അപ്പോൾ ഇവിടെ 9 മണിക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പാർട്ടി ക്രമീകരിച്ചിരിക്കുന്നതാണ്. ഇപ്പം PS-ൻ്റെ വീട്ടിൽ എത്തിച്ചേരുന്ന മുറയ്ക്ക് ഇനി പൊതുദർശനത്തിൻ്റെ സമയത്തിൽ എന്തെങ്കിലും ക്രമീകരണം വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്താൻ പറ്റൂ. എന്തായാലും PS-നെ കാണാൻ എത്തുന്ന ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും പാർട്ടി ഇപ്പോൾ വീട്ടിൽ എത്തുന്ന മുറയ്ക്ക് ബാക്കിയുള്ള ക്രമീകരണങ്ങൾ വേണ്ട മാറ്റങ്ങളുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുന്നതായിരിക്കും. ഇത് തന്നെയായാലും PS-ൻ്റെ വീട്ടിലെത്തിച്ചേ പറ്റൂ, ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ചേ പറ്റൂ. അതോടൊപ്പം തന്നെ ഇത്രയും വിവിധ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തിന് തന്നെ പുറത്തുനിന്ന് എത്തിയവർ ഉണ്ട്. അവർക്കെല്ലാം കാണാൻ റിക്രിയേഷൻ ഗ്രൗണ്ടിലും എത്തിച്ചേ പറ്റൂ. അപ്പം അവിടങ്ങളിലെ സമയത്തിൽ ചെറിയ ചുരുക്കം വരുത്തിയാൽ പോലും ഇന്ന് രാത്രിയോടുകൂടി സംസ്കാരം നടക്കൂ എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയല്ലേ? ഇന്ന് രാത്രിയോടുകൂടി സംസ്കാരം നടക്കും. ചില സ്ഥലങ്ങളിൽ ചില ക്രമീകരണങ്ങൾ വേണ്ടിവരും എന്നാണ് തോന്നുന്നത്. അതിപ്പം പാർട്ടിയുടെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആലോചിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തും. എന്തായാലും വരുന്ന ജനങ്ങളെ കാണിക്കാതിരിക്കുവാൻ പറ്റുന്ന സാഹചര്യമല്ല. PS-നെ കാണാൻ വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്നുള്ള ജനങ്ങൾ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് PS-നെ കാണാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ പാർട്ടി നേതൃത്വം വരുത്തുമെന്നുള്ളത് തന്നെയാണ്.
അതുതന്നെയാണ് രോഹിണി. ഇവിടെ എല്ലാം തന്നെ കൃത്യമായും പല ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്. പ്രത്യേകിച്ചും മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് തന്നെ വിവിധ വണ്ടികളാണ് ഇന്നലെ തന്നെ ഇവിടെ എത്തി ഹോട്ടലുകളിലും മറ്റും തങ്ങുന്നു, ഇവിടെ രക്തസാക്ഷി മണ്ഡപങ്ങളിലേക്ക് എത്തുന്നു. ആ ആൾക്കാർക്ക് എല്ലാം തന്നെ VS-നെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് പാർട്ടിയുടെ കൂടി ബാധ്യതയാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഒരു നിർദ്ദേശത്തിൻ്റെയും പുറത്തല്ലാതെ VS-നോടുള്ള ആരാധന കൊണ്ട് മാത്രം വേറിട്ട് നിന്ന ആ ഒരു സമരസേനാനിയെ ഒരു നോക്ക് കാണുക എന്ന ലക്ഷ്യത്തോടെ എത്തുന്ന ഒരു രാഷ്ട്രീയവും ഇല്ലാത്തവർ അനേകമാണ്. അങ്ങനെ എത്തുന്ന ഓരോരുത്തരും കാത്തു നിൽക്കുമ്പോൾ അവരെ കാണാനുള്ള സാഹചര്യം വിലക്കിക്കൊണ്ട് സംസ്കാര ചടങ്ങുകളിലേക്ക് നീങ്ങാൻ സാധിക്കില്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ വീട്ടിലും മറ്റുമുള്ള സമയം അത് കുറച്ചുകൂടി നേരത്തെ നിശ്ചയിച്ചിരുന്ന 2 മണിക്കൂറായിരുന്നെങ്കിൽ അത് കുറച്ച് സമയം കുറയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്ങനെയായാലും ഇന്ന് തന്നെ സംസ്കാര ചടങ്ങ് നടത്താനുള്ള നീക്കം പാർട്ടിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. എന്നിരുന്നാൽ പോലും അത് ഒന്നും വകവെക്കാതെയാണ് ഇപ്പോഴും ഓരോ ഇടത്തും ജനങ്ങൾ തടിച്ചുകൂടുന്നത് എന്നുള്ള കാര്യം നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ വിവിധ ജില്ലകളിൽ നിന്ന് എത്തുന്നവർ ഇവിടെ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ, വലിയ ചുടുകാട്ടിലെ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോയും മറ്റും പകർത്തി പോകുന്ന ദൃശ്യമാണ് കാണുന്നത്. അതിന് സമീപത്ത് തന്നെയാണ് VS-ൻ്റെ വേണ്ടി ഈ ചിത ഒരുങ്ങുന്നത്. ഇവിടെ TV തോമസിനും PK ചന്ദ്രാനന്ദനും മറ്റും അരികിലായാണ് VS-നും ചിതയൊരുങ്ങുന്നത്. KR ഗൗരിയമ്മയും ഇതിന് സമീപത്ത് തന്നെയായിരുന്നു സംസ്കരിച്ചത്. അങ്ങനെ പുന്നപ്ര വയലാർ സമര സേനാനികൾക്കുള്ളതാണ് ഈ വലിയ ചുടുകാട്ടിലെ ഈ സംസ്കാരം നടത്തുന്ന സ്ഥലം. അവിടെ VS-ഉം അന്തി ഉറങ്ങാൻ പോകുന്നു എന്നത് തന്നെയാണ്. അതിലേക്ക് ഇന്ന് എപ്പോൾ സംസ്കാരം നടക്കും എന്നത് വലിയ രീതിയിൽ അനിശ്ചിതത്വത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ കായംകുളം എന്ന് പറയുമ്പോൾ കായംകുളം ഓച്ചിറ കഴിഞ്ഞാൽ KPSC ജംഗ്ഷനുണ്ട്. അത് കഴിഞ്ഞ് കായംകുളം, കരിയിലക്കുളങ്ങര, നങ്ങിയാറുളങ്ങര, ഹരിപ്പാട്, ഡാണാപ്പടി, കരുവാറ്റ, തോട്ടപ്പള്ളി, പുറക്കാട്, അതിനുശേഷം അമ്പലപ്പുഴ ടൗൺ, വണ്ടാനം മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ, ഇത്രയിടം കഴിഞ്ഞിട്ടാണ് VS-ൻ്റെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്നത്. ഈ ഇടങ്ങളിലെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ളവരെത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഓരോ കേന്ദ്രങ്ങളിലാണ്. അപ്പോൾ അവർക്കുള്ള അവസരം ഒരു കേന്ദ്രം വെട്ടി ചുരുക്കിയാൽ പോലും ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റിയെ അതിൽ നിന്നും ഒഴിവാക്കി നിർത്താനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രം വെട്ടി ചുരുക്കിയാലും അവിടേക്ക് എത്തേണ്ട ആൾക്കാർ മറ്റൊരു കേന്ദ്രത്തിലെത്തണം. അപ്പോഴും ഈ സമയക്രമത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാവില്ല. ആ എത്തുന്നവർക്ക് കാണാനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ട് മാത്രമേ അവിടെ നിന്ന് മുന്നോട്ട് വാഹനത്തിന് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴത്തേക്ക് എത്തും എന്നത് സംബന്ധിച്ച് നമുക്ക് ഒരു നിശ്ചയമില്ലാത്ത സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇനിയും മണിക്കൂറുകൾ കഴിഞ്ഞു മാത്രമേ VS-ൻ്റെ വേലിക്ക് അകത്ത് വസതിയിലേക്ക് VS എത്തിച്ചേരൂ എന്നത് തന്നെയാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നതും. രോഹിണി. ശരി സുധീഷ്.